ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് ശിശുദിനമായി നമ്മുടെ രാജ്യത്തെമ്പാടും കൊണ്ടാടുന്നത്. നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, ലോകത്തെമ്പാടും തന്നെ ഇന്ത്യക്കാരുള്ള എല്ലാ പ്രദേശങ്ങളും ശിശുദിനം സമുചിതമായി ആഘോഷിക്കാറുണ്ട്. കുട്ടികളെ വളരെയേറെ സ്നേഹിക്കുകയും അവരോടൊപ്പം കളിക്കാനും അവരോടൊപ്പം തമാശ പറയാനും അവരോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനും ഏറെ സമയം കണ്ടെത്തിയ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്നും കുട്ടികളുടെ ഇഷ്ടത്തോഴനായിരുന്നു എന്ന് നമുക്കറിയാം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയെ കരുപ്പിടിപ്പിക്കുന്നതിൽ ലോകത്തിൻ്റെ മുമ്പിൽ നിറഞ്ഞ രാഷ്ട്രതന്ത്രജ്ഞതയുടെ പ്രതീകമായി ഒക്കെ നിലകൊള്ളുമ്പോഴും അദ്ദേഹം നിഷ്കളങ്കതയുടെ പ്രതീകമായ കുട്ടികളോടൊപ്പം ചെലവഴിക്കാൻ ആഗ്രഹിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ ഹൃദയ നൈർമല്യത്തിൻ്റെ ഉദാഹരണമായിട്ടാണ് നാം വിലയിരുത്തുന്നത്. ഇന്ന് ചാച്ചാ നെഹ്റുവിൻ്റെ 123ാം ജന്മദിനമാണ്. ഈ അവസരം കുട്ടികൾക്കും അവർ ജീവിക്കുന്ന സമൂഹത്തിനും കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഉണ്ടാകണം, കുട്ടികളുടെ അവകാശങ്ങൾ അംഗീകരിക്കണം, കുട്ടികൾക്ക് കൂടുതൽ കരുതൽ വേണം എന്നൊക്കെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഗൗരവതരമായി സമൂഹം ചിന്തിക്കേണ്ട കാലഘട്ടമാണ്. സ്കൂളുകളിലും പൊതുസ്ഥലങ്ങളിലും വീടുകളിലും ഒക്കെ കുട്ടികൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടാൻ ഈ ശിശുദിനം അതിനുള്ള ഒരു നിമിത്തമായി മാറാൻ ഇടവരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ശിശുദിനം കൊണ്ടാടുന്ന എല്ലാ മേഖലയിലുമുള്ള ആളുകൾക്കും പ്രത്യേകിച്ച് കുട്ടികൾക്കും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ വിശ്വപ്രസിദ്ധനായ ഒരു പൗരൻ്റെ പേരിലുള്ള ഈ ഓർമ്മ ദിവസം വളരെ സമുചിതമായി ആഘോഷിക്കാൻ നടത്തുന്ന സമയങ്ങൾക്ക് എല്ലാ ആശംസയും നേരുന്നു. ലോക ചരിത്രാവലോകനം ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന തൻ്റെ പ്രസിദ്ധമായ പുസ്തകത്തിലൂടെ, ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന തൻ്റെ പ്രസിദ്ധമായ പുസ്തകത്തിലൂടെ അദ്ദേഹം ഇന്ത്യയുടെ ചരിത്രത്തെയും ലോകത്തിൻ്റെ ചരിത്രത്തെയും എല്ലാം ആളുകളുടെ മുമ്പിൽ തുറന്നു വെക്കുകയുണ്ടായി. പുസ്തക സ്നേഹിയും വലിയ വായനക്കാരനും ഒക്കെയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഏറ്റവും കൂടുതൽ അറിവിൻ്റെ പിൻബലത്തിൽ സമൂഹത്തെ മുന്നോട്ട് നയിക്കണം എന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. മതങ്ങളുടെയും ജാതിയുടെയും ഒക്കെ തീവ്രമായ ഇടുങ്ങിയ നിലപാടുകളെ അദ്ദേഹം എന്നും എതിർത്തിരുന്നു. അദ്ദേഹം സ്വതന്ത്ര ചിന്തയുടെ ഉടമസ്ഥനായിരുന്നു എന്ന് നമുക്കറിയാം. ഇതെല്ലാം ഇന്ത്യ രാജ്യത്തെ കരുപ്പിടിപ്പിക്കുന്നതിൽ, പ്രത്യേകിച്ച് ഒരു മതേതര രാഷ്ട്രം എന്ന നിലയിൽ, ജനാധിപത്യ രാഷ്ട്രം എന്ന നിലയിൽ ഇന്ത്യയെ കരുപ്പിടിപ്പിക്കുന്നതിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നൽകിയിട്ടുള്ള സംഭാവന അതുല്യമാണ്. അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ നവാവോഹം അർപ്പിച്ചുകൊണ്ട് ഈ ദിനം ശിശുദിനമായി കൊണ്ടാടുന്ന ഈ ദിവസം എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പ്രത്യേകമായ ശിശുദിന ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഭാരത്.